Hello friends, welcome to Taste Factory by Kerala Cousins. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. ഇഷ്ടമില്ലാത്തവർ അപൂർവമായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ പച്ചരി വെച്ചുള്ള ഉണ്ണിയപ്പം, അരിമാവിലെ ഉണ്ണിയപ്പം ആയിരിക്കും എല്ലാവർക്കും കഴിച്ചിട്ടുള്ളതും കൂടുതലും നമ്മൾ ഉണ്ടാക്കുന്നതും അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഗോതമ്പ് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. നമുക്കിതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണ് പറയുന്നത്. പിന്നെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഴുത്തതാണ്. ചെറുപഴമാണെങ്കിൽ അതായാലും മതി. 2 പപ്പടം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ്, നമുക്ക് ഇടാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഏലക്ക ഉണ്ട്, ഇത് പൊടിയേക്ക് നമുക്ക് ചേർക്കണം. 2 ടീസ്പൂൺ അരിപ്പൊടി, ഇതും ഒരു ക്രിസ്പിനെസ്സിനാണ് വേണ്ടി മാത്രമാണ്. പിന്നെ 2 ടീസ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. പിന്നെ സോഡാപ്പൊടി, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നെയ്യാണ് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ സാധനം. ഇത് നമുക്ക് ബാറ്ററിലും 1 സ്പൂൺ ചേർക്കണം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്ന ഓയിലിലും 1 സ്പൂൺ ചേർക്കണം. പിന്നെ ശർക്കര ഞാനൊരു 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം. ഉണ്ണിയപ്പം ആകുമ്പോൾ നല്ല മധുരം വേണമെന്ന് വെച്ചാൽ ഞാൻ 1/2 കിലോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ശർക്കര പാനിയൊക്കെയാണ് ഇതിനകത്ത് ഒഴിച്ചത്. ചീകി കിട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അങ്ങനെ ഒഴിച്ചു. പിന്നെ പഴവും നേന്ത്രപ്പഴവും ഏലക്കയും കൂടെ ഒരുമിച്ച് മിക്സിയിലടിച്ച് മാവും ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഗോതമ്പ് ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു രീതിയിലേക്ക് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എള്ളും അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ഇതിലൊഴിച്ചിട്ടുണ്ട്. ഞാനിത് ഒരു 5 മണിക്കൂർ, മിനിമം ഒരു 5 മണിക്കൂർ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ നമുക്ക് നല്ല നാടൻ ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. അപ്പോൾ ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആ ഉണ്ണിയപ്പത്തിലോട്ട് അബ്സോർബ് ആവും. അപ്പോൾ ഒരു നല്ല തനി നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ്. പിന്നെ നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഓരോ തവി വെച്ച് ഞാൻ കോരി ഒഴിക്കുകയാണ്. നമ്മളൊരു 3/4 ഭാഗത്തോളം കവർ ചെയ്താൽ മതി. അതിനിപ്പം നമ്മൾ സോഡാപ്പൊടി ഇട്ടേക്കുന്നുണ്ട്, പൊന്തി വരും. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിലും നിറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ല ബ്രൗൺ കളറായി വരും. നമ്മൾ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളർ, ആ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിടാം. ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ. അപ്പോൾ ഇനിയിട്ടിരുന്ന് നമുക്ക് കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് മറിച്ചിടാം. മറിക്കുമ്പോൾ സൂക്ഷിച്ച് മറിച്ചിടണം. ഇതൊക്കെ നല്ല ഇപ്പം തന്നെ നല്ല നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ഉണ്ണിയപ്പമാണ് കിട്ടിക്കുന്നത്. നല്ല മണമൊക്കെ ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പം ഇത് ഗോതമ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പച്ചരി വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മൈദ ഉണ്ണിയപ്പം ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്നറിയാലോ. നല്ല നെയ്യുടെ ടേസ്റ്റ്, നല്ല പഴത്തിൻ്റെയും നെയ്യുടെയും എല്ലാം നല്ല ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഉണ്ണിയപ്പം ഒത്തിരി ഇഷ്ടം. ഉണ്ണിയപ്പത്തിന് ആ മണം അടിക്കുമ്പോൾ നമുക്ക് ഒരു നാട്ടിലെ നൊസ്റ്റാൾജി ഫീലാണ് എപ്പോഴും വരുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് ഒത്തിരി ഇഷ്ടം. അപ്പം നമുക്ക് ഇങ്ങനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ പാൻ ഉണ്ടല്ലോ, അത് മേടിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടവും. നമ്മുടെ ആ പപ്പടത്തിൻ്റെയും അരിപ്പൊടിയൊക്കെ ഇടില്ല, അതുകൊണ്ട് ഈ സൈഡിലൊക്കെ നല്ല ക്രിസ്പിനെസ്, നല്ല ക്രഞ്ചി വരും. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്ലഫി ആയിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്രഞ്ചി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും ഇങ്ങനെയുള്ള ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്, ഹെൽത്തി. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഡിഷ് മാറ്റി വീണ്ടും വരും. അതുവരേക്കും ബൈ.